കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. പത്വാടിയിലെ അസ്കർ അലിയുടെ വീട്ടിൽ നിന്ന് 3.5 കിലോയോളം MDMA-യും 3/4 കിലോയോളം കഞ്ചാവും 100 ഗ്രാം കൊക്കൈനും പിടികൂടി. വിപണിയിൽ 1 കോടി രൂപ വില വരും. അസ്കർ അലിക്ക് പിന്നിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ടെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പത്വാടിയിലെ അസ്കർ അലിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. 3 കിലോഗ്രാം 409 ഗ്രാം MDMA, 640 ഗ്രാം ഗ്രീൻ ഗഞ്ച, 96.96 കൊക്കൈനും 30 ലഹരി ഗുളികകളുമാണ് പിടികൂടിയത്. ആഗസ്റ്റ് 30-ന് കളനാട് കാപ്പലിൽ താമസിക്കുന്ന കർണാടക മൂടിಗೆರೆയിലെ അബ്ദുൾ റഹീം എന്ന രവിയെ 49.33 ഗ്രാം MDMA-യുമായി മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായിരുന്ന ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് MDMA കൈമാറിയതിന് പിന്നിൽ അസ്കർ അലിയാണെന്നും വ്യക്തമായത്. ഇയാളെയും കൂട്ടി ഉപ്പളയിലെത്തിയ പോലീസ് സംഘം തന്ത്രപൂർവ്വം അസ്കർ അലിയെ വലയിലാക്കി. തുടർന്നാണ് പത്വാടിയിലെ വീട്ടിൽ പരിശോധന നടത്തി വൻ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയത്. ഇയാൾക്കു പിന്നിൽ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ടെന്നാണ് സൂചന. ഈ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവും ബാക്കി ആൾക്കാർ ആരെല്ലാം ഉണ്ട് ഇതിൽ ഇൻവോൾവ്. അവർ നമ്മൾ കണ്ടെത്തി എന്താണ് ഇവരുടെ മോഡൽ നമുക്ക് കണ്ടെത്താൻ ബാക്കിയുണ്ട്. ഈ പ്രതി മറ്റൊരു കേസിൽ ഇൻവോൾവ്മെന്റും ഉണ്ട്. സോ ഇതിപ്പോ ആ പ്രതിനെതിരെ 2ാമത്തെ കേസാണ്. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ഇയാൾക്ക് സോഴ്സും പിന്നെ അവരുടെ ഫൈനാൻഷ്യൽ എവിടെ നിന്നാണ് ഇവർക്ക് ഇതെല്ലാം ഈ പൈസ കിട്ടുന്നത്, ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ, പിന്നെ ബാക്കി ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതെല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് 1 കോടി അത്ര സാധനമാണ് സീസ് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡിറ്റക്ഷൻ ആണ് ഇത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് പത്വാടിയിലുണ്ടായത്. മയക്കുമരുന്നുകളുടെ ഉറവിടവും സാമ്പത്തിക സ്രോതസ്സും ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.